ഹൈറേഞ്ച് മേഖലയിൽ നിന്നും നെൽകൃഷി അന്യമാകുമ്പോൾ ചുരുക്കം ചില കർഷകർ ഇപ്പോഴും നെൽകൃഷി ഉപേക്ഷിക്കാതെ മുമ്പോട്ടു പോകുന്നുണ്ട്. എന്നാൽ നെൽകൃഷി തുടരുമ്പോഴും തങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഈ കർഷകർ പറയുന്നു. നെല്ല് വിറ്റഴിക്കാനുള്ള വിപണിയും കൃഷി പരിചരണ ചെലവുമെല്ലാം നെൽകർഷകർക്ക് വെല്ലുവിളിയാകുന്നു. ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ചുരുക്കം ചില പാടശേഖരങ്ങളിൽ മാത്രമാണ് ഹൈറേഞ്ച് മേഖലയിൽ ഇപ്പോൾ നെൽകൃഷി നടന്നു വരുന്നത്. മുമ്പുണ്ടായിരുന്ന നെൽകർഷകർ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞു. വിവിധ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇപ്പോഴും നെൽകൃഷി തുടർന്ന് പോരുന്ന കർഷകർ മുന്നോട്ടു പോകുന്നത്. വിത്തിറക്കി പരിചരിച്ച് കൊയ്തെടുക്കുമ്പോൾ പലപ്പോഴും നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് കർഷകർക്ക് മിച്ചം ലഭിക്കുന്നത്. വിവിധ വെല്ലുവിളികൾ കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. വിളവെടുക്കുന്ന നെല്ല് കൃത്യമായി വിറ്റഴിക്കാനുള്ള വിപണിയുടെ കുറവ് വെല്ലുവിളിയാണ്. കൃഷി പരിചരണത്തിൽ വേണ്ടുന്ന തൊഴിലാളികളുടെ ലഭ്യതക്കുറവ്, തൊഴിലാളികളുടെ കൂലി എന്നിവയും നെൽകർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് നെൽകർഷകർ പറയുന്നു. കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഇത് കൃഷി ചെയ്യാൻ തരിശുഭൂമി കൃഷി ചെയ്താൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നും നിങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഈ 10 വർഷമായി ഈ കൃഷി നടത്തിക്കൊണ്ട് പോകുന്നു. കാര്യമായ രീതിയിലുള്ള ഒരു ആനുകൂല്യങ്ങളും കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം കൃഷിക്ക് അപേക്ഷ വെച്ചതിന് തന്നെ 12,000 രൂപ മുടക്കിയാണ് ഞാൻ അപേക്ഷ വെച്ചത്. 1 രൂപ പോലും കിട്ടിയിട്ടില്ല, ഒരു കക്ക പോലും തന്നിട്ടില്ല. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഒരു തൊഴിലുറപ്പിപ്പെടുത്തി ഒരു പണിക്കൂലി പോലും കിട്ടാനുള്ളൊരു സംവിധാനം അവരും ചെയ്തിട്ടില്ല. വരും കാലങ്ങളിൽ ഈ കൃഷി മുമ്പോട്ട് പോകണമെങ്കിൽ ഇവരുടെയൊക്കെ സഹായമില്ലെങ്കിൽ ഈ വർഷത്തോടുകൂടി ഈ പാടം വീണ്ടും കാട് കയറി പോകുള്ളൂ. ഞങ്ങൾ ആരും കൃഷി ചെയ്യാൻ തയ്യാറല്ല. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് മതിയാം വിധമുള്ള പിന്തുണയും സഹായവും നെൽകർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും നെൽകർഷകർ നേരിടുന്ന വെല്ലുവിളികൾ തന്നെ. നിലവിലെ സ്ഥിതിയിൽ മുന്നോട്ടു പോയാൽ അവശേഷിക്കുന്നയാളുകളും നെൽകൃഷി ഉപേക്ഷിക്കാൻ സാധ്യതയേറെയാണ്. എസ്. സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.